വൈകുന്നേരത്തെ ആകാശം കണ്ടപ്പോൾ തന്നെ തോന്നി നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്ന്. മഴ മാത്രമല്ല, അതിനു മുമ്പേ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചുമ്മാ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാ. കുറേ മാങ്ങയും പിന്നെ അതേപോലെ തന്നെ അടയ്ക്കയും പിന്നെ ഈ പപ്പായൊക്കെ ചാടിക്കിടക്കണം കണ്ടു കേട്ടോ. ഇതെന്തോ കിളി കൊത്തിയതാണെന്ന് തോന്നണേ. പക്ഷേ എന്തോ അതിന് മൊത്തം അത് കഴിക്കാനും പറ്റിയില്ല. കാറ്റ് വീശിയത് താഴ്ചാടുകയും ചെയ്തു. അത് അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ ചുമ്മാ ഞങ്ങളുടെ പൂക്കളുടെയൊക്കെ അടുത്തേക്ക് അങ്ങ് പോയതാട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ചിങ്ങ് വരുമായിരുന്നു. മഴ പെയ്യുമ്പോൾ പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ പ്ലാന്റും പിന്നെ പെറ്റൂണിയ വളർത്തിയെടുക്കാൻ നല്ല പാടാണേ. അതും അതേപോലെ തന്നെ മഞ്ഞ സുന്ദരിയായിട്ടുള്ള ഓർക്കിഡിനെയും കൂടിയൊക്കെ നോക്കി ഇങ്ങനെ വരുമ്പോഴാണ് മാവിൽ പറ്റിപ്പിടിച്ച് പടർന്നു നിന്ന ഞങ്ങളുടെ പീജിയൻ ഓർക്കിഡ് നല്ല സുന്ദരിയായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണുന്നത്. പിന്നെ എന്ത് കാര്യവും വീഡിയോയിലൊക്കെ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. പക്ഷേ നേരിട്ട് ഇത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. കുറച്ച് നാളെ അതിൻ്റെ പൂവ് അവിടെ നിൽക്കുള്ളൂ. പക്ഷേ ഉണ്ടാവുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാവുകയും അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനെ വളർത്തിയെടുക്കാനും വലിയ ചിലവൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും തടിയുടെ മേളിലോ മരത്തിൻ്റെ മേളിലോ വച്ചു കൊടുത്താൽ അങ്ങ് പടർന്ന് നന്നായിട്ട് വളർന്നോളൂ കേട്ടോ. ഇതിന് ചെറിയ മണമുണ്ടേ. അതിങ്ങനെ അതിൻ്റെ അടുത്തേ കൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ചെറിയൊരു മണമാണ്, പക്ഷേ എന്തോ ഭയങ്കര ഒരു നമുക്കൊരു റിലാക്സേഷൻ തരുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. സാധാ ഓർക്കിഡ് പൂക്കളുടെ അത്രയും വലിപ്പമൊന്നും ഇല്ലെങ്കിലും നല്ല കുഞ്ഞു പൂക്കളാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒത്തിരി ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നുണ്ടാണെന്ന് അറിയില്ല. നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. അധികം ചിലവില്ലാണ്ട് വളർത്തിയെടുക്കാനും പറ്റുന്ന ഒന്നാണ് കേട്ടോ. കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം തന്നെ ഞാനിവിടെ അകത്ത് കയറിയേ.